പേജിനേഷൻ എന്ന സെഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് പേജിനേഷൻ നമുക്ക് നമ്മുടെ പേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പേജിനേഷനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് ഓരോ പേജസിലും പേജിനേഷൻ്റെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടൊരു ഇനീഷ്യൽ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഒരു പേജിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഹോം EJSൽ എൻ്റെ ഹോം പേജിലാണ് ഞാൻ ആൽബംസ് എന്നുള്ളൊരു ഡേറ്റ ലിസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഹോം പേജിൽ കുറച്ച് ആൽബംസ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞാൻ പേജിനേഷനും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ പേജിനേഷൻ ആഡ് ചെയ്യുന്നതിന് ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ തന്നെ ആയിട്ടുള്ള പേജിനേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ പേജിനേഷനകത്ത് നമുക്ക് മെയിൻലി ഉള്ളത് പേജിനേഷൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു UL ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്ന അതേ പേജിനേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. 2 ലിങ്ക് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേജ് 1 പേജ് 2 എന്നുള്ള രീതിയിൽ നമുക്ക് പേജസിനെ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, സോ പേജ് 3 വരെ ഞാൻ തൽക്കാലം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പേജിലേക്ക് വന്നിട്ട് പേജ് ഒന്ന് റീലോഡ് ചെയ്യുന്നു. ഓക്കെ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോട്ടം സൈഡിൽ 1 2 3 എന്നുള്ള പേജ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് പേജിനേഷൻ്റെ HTML നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം സോ ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ എല്ലാം ചേഞ്ച് ഒന്നും ആവുന്നില്ല, കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ആൽബം ഡേറ്റ നമുക്കിവിടെ കാണാൻ പറ്റും. ആൽബം 1 2 3 4 വരെ നമുക്കിവിടെ കാണാം. നമുക്ക് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ URL തന്നെയാണ്. URL നമ്മൾ അഡീഷണൽ ആയിട്ടുള്ളൊരു ഗെറ്റ് പാരാമീറ്റർ ഇവിടെ പേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. സോ പേജ് നമ്പർ നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ പേജ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ പേജ് കൺട്രോളിലെ പോസ്റ്റുകൾ ഷോ ചെയ്യുന്ന പേജിലേക്ക് വരുന്നു. സോ ഇവിടെ ഹോം പേജിലേക്കാണത് ഈ പറയുന്ന ഡേറ്റ നമ്മൾ കൊണ്ടുവരുന്നത്. ഹോം പേജിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പേജ് ഏതാണെന്നുള്ളത് നമുക്ക് പേജ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ പേജ് നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഞാനിവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ കൂടി ഡിഫൈൻ ചെയ്യുവാണ്. പെർ പേജ് വാല്യൂ എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പെർ പേജിൽ 2 എന്നുള്ളൊരു കൗണ്ടാണ് കൊടുക്കുന്നത്. സോ അതായത് ഒരു പേജിൽ നമുക്ക് എത്ര ഐറ്റംസ് കാണിക്കണം എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടാണ്. നമുക്കിതൊരു ഗ്ലോബൽ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, പക്ഷേ ഇവിടെ ഞാനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിനി വേണ്ടത് നമുക്ക് ക്വറി ചെയ്ത് കിട്ടുന്ന ആ ഡേറ്റയെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ചായിട്ട് കൊണ്ടുപോകണം. അതായത് ഒരു പേജിൽ എത്ര ഡേറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. സോ അതിന് നമ്മൾ ചെയ്യുന്നത് ആൽബംസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഈ ആൽബംസ് ഡോട്ട് ഫൈൻഡിൻ്റെ കൂടെ നമ്മൾ 2 ഡേറ്റ കൂടി ആഡ് ചെയ്യും. ഒന്ന് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ആഡ് ചെയ്യും. സ്കിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പം എത്ര റെക്കോർഡ്സ് നമുക്കതിനകത്ത് ഏത് റെക്കോർഡാണ് സ്കിപ്പ് ചെയ്ത് പോകേണ്ടത്. അതായത് ഫസ്റ്റ് പേജാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് പേജാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 1 ആയിരിക്കും. ആ പേജിനകത്ത് നമ്മൾ എത്ര കൗണ്ട് ഡേറ്റ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിവിടെ ലിമിറ്റ് എന്നുള്ളൊരു മെത്തേഡ് കൂടി ആഡ് ചെയ്യും. സോ ലിമിറ്റിൽ നമ്മൾ പെർ പേജ് എന്നുള്ളൊരു പാരാമീറ്റർ ഇവിടെ കൊടുക്കുന്നു. പെർ പേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു പേജിൽ എത്ര ഡേറ്റ വരണം എന്നുള്ള ഒരു കൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 എന്നുള്ളൊരു വാല്യൂ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പേജിൽ നമ്മുടെ മെയിൻ പേജിൽ നമ്മൾ പേജ് നമ്പർ 1 ആണെങ്കിൽ 1 × 2, അതായത് 2 എന്നുള്ളൊരു വാല്യൂ നമുക്കവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് 2 വാല്യൂസ് ആണ്. 2 വാല്യൂസ് എന്ന് പറയുമ്പോൾ അത്രയും ഡേറ്റ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ മെയിൻ പേജിൽ നമ്മൾ പേജ് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കിപ്പിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് 0 സ്കിപ്പിംഗ് ആണ് വേണ്ടത്.
ദെൻ പേജ് നമ്പർ 2 ആണെന്ന് വിചാരിക്കുക, അവിടെ 2 ഡേറ്റ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഒരു പേജ് നമ്പർ 1 ആണെന്ന് വിചാരിക്കുക. സോ പേജ് -1 എന്ന് കൊടുക്കുമ്പോൾ 0 വരും, ഇൻറ്റു നമ്മൾ പെർ പേജ് എന്നുള്ള കൗണ്ട് അവിടെ കൊടുക്കും. സോ ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു എത്ര റെക്കോർഡ്സ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പെർ പേജ് കൗണ്ട് 2 ആണ്. ഫസ്റ്റ് പേജ് ആണെന്നുണ്ടെങ്കിൽ പേജ് -1 എന്ന് പറയുമ്പം 1 - 1 0 വരും, 0 × 2 എന്ന് പറയുന്നത് 0 വരും. സോ ഫസ്റ്റ് പേജിൽ സ്കിപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ രണ്ടാമത്തെ പേജ് ആണെന്ന് വിചാരിക്കുക, പേജ് നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ 2 - 1 1 വരും, നമുക്ക് 1 × 2 എന്ന് പറയുന്നത് 2 വരും. സോ സ്കിപ്പ് ചെയ്യുന്നത് 2 റെക്കോർഡ്സ് ആയിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പേജസ് സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്കിപ്പിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ നമുക്ക് അവൈലബിൾ ആവുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, പേജ് ഒരു കാര്യം ചെയ്യുക, ഇവിടെ പേജ് എന്നുള്ളത് പേജ് നമ്പർ എന്ന് കൊടുക്കാം. സോ ഇവിടെ പാരാംസ് എന്നുള്ളതിന് പകരം നമുക്ക് ക്വറി എന്നുള്ളൊരു ഇതും കൂടി യൂസ് ചെയ്യാം. പേജ് നം ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഏതാണ് പേജ് നമ്പർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പേജ് നം എന്നുള്ള ഒരു വേരിയബിൾ നെയിമായിട്ട് ഞാനത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വ്യൂ ഒന്ന് റെൻഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. റെൻഡർ ചെയ്തതിന് ശേഷം ഈ സെയിം റെൻഡറിങ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. നമുക്ക് പേജിൽ നിന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഹോം പേജിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് പേജിൻ്റെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പേജ് ലോഡായ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ 2 റെക്കോർഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ 2 എന്നുള്ള ലിങ്ക് ഇവിടെ കൊടുത്തു. ഇവിടെ ആൽബം 3, 4 വന്നിട്ടുണ്ട്. തേർഡ് പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോ ആൽബംസ് ഫൗണ്ട് എന്നുള്ള ഡേറ്റ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, URL-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ URL ശ്രദ്ധിച്ചാൽ കാണാം അവിടെ പേജ് എന്നുള്ള ഒരു ക്വറി പാരാമീറ്ററും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ ഹോം പേജ് വന്നു, ദെൻ പേജ് നമ്പർ 2, പേജ് നമ്പർ 3, ഈ രീതിയിൽ നമുക്ക് ഡേറ്റ വരുന്നത് കാണാം. പേജ് നമ്പർ 3 നോ ആൽബംസ് ഫൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഡേറ്റ അവൈലബിൾ അല്ല, ആകെ 4 ഡേറ്റയെ നമ്മുടെ ഡേറ്റാ ബേസിലുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ നമ്മളവിടെ ഈ പറയുന്ന രീതിയിൽ പേജിനേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിവിടെ ഈ ഒരു പേജിനേഷന് വേണ്ടിയിട്ടുള്ള ഈ ലിങ്കുകൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഡൈനാമിക് അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കിവിടെ കറൻ്റ്ലി നമുക്കുള്ളത് 4 റെക്കോർഡ്സാണ്. പെർ പേജ് നമ്മൾ 2 കൊടുത്തെന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ഇവിടെ ഈ പെർ പേജ് കൗണ്ട് ഞാനിവിടെ 4 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ പേജിൽ കാണാനുള്ള ഡേറ്റയെ നമുക്കിപ്പോൾ ഉള്ളൂ. ഓക്കെ, ഞാൻ ഹോം പേജ് ക്ലിക്ക് ചെയ്യുന്നു. ഹോം പേജ് ക്ലിക്ക് ചെയ്തത് റീലോഡ് ചെയ്ത് വരുന്ന സമയത്തിൽ നമുക്ക് എങ്ങനെയാണ് ഡേറ്റ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാം 4 റെക്കോർഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ പേജിനേഷൻ 1, 2, 3 എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ ആൽബംസ് ഫൗണ്ട് ആണ്. വീണ്ടും ഞാൻ ഹോം പേജിലേക്ക് പോകുന്നു. ഞാനിവിടെ 3 ക്ലിക്ക് ചെയ്യുമ്പോഴും നോ ആൽബംസ് ഫൗണ്ട് ആണ്. കാരണം ആകെ നമുക്ക് 4 റെക്കോർഡ്സ് ആണുള്ളത്. ആ റെക്കോർഡ്സ് ഓൾറെഡി ഹോം പേജിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ലിങ്കുകൾ ഡൈനാമിക് ആയിട്ട് മാറുന്നില്ല. സോ നമ്മളത് ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡൈനാമിക് ആക്കണം. ഡൈനാമിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കോഡിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലോജിക് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ ഈ പേജിൽ നമ്മുടെ ഈ പേജ് റെൻഡർ ചെയ്യുന്ന ഈ സെക്ഷനിൽ നമുക്ക് എത്ര പേജസ് റെൻഡർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ നമ്മുടെ പേജ് കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ 4 റെക്കോർഡ്സ് ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ പെർ പേജ് എന്നുള്ള 3 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. 3 എന്ന് കൊടുക്കുന്നു. 3 കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ആകെയുള്ള ഡേറ്റ എന്ന് പറയുന്നത് 4 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. 4 ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഡോക്യുമെൻറ്റ്സ് നമുക്ക് 2 പേജിലായിട്ട് കാണിക്കാം. അതായത് ഫസ്റ്റ് പേജ് നമ്പർ 1-ൽ 3 ഡോക്യുമെൻറ്റ്സും, കാരണം പെർ പേജ് ഇവിടെ 3 ആണ്. സോ രണ്ടാമത്തെ പേജിൽ ഒരു ഡോക്യുമെൻറ്റ്. സോ 3 + 1 4 എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പോൾ നമുക്കവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, എത്രയാണ് ടോട്ടൽ നമുക്കുള്ള പേജസ് ഡോക്യുമെൻറ്റ്സിൻ്റെ കൗണ്ട്. ഈ കൗണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ പെർ പേജ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര പേജസിനകത്ത് അത് കാണിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും.
സോ ആ പേജിൻ്റെ കൗണ്ട് നമ്മൾ എടുത്തതിന് ശേഷം ആ കൗണ്ടിനനുസരിച്ചിട്ടുള്ള എത്രയാണ് ഇപ്പോൾ ഇവിടെ 4/3 എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ഡിവിഷൻ വെച്ച് നോക്കിയിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പേജസിൻ്റെ കൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത്രയും പ്രാവശ്യം നമ്മളിവിടെ ഈ ഒരു ഡേറ്റ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പേജ് കൗണ്ടും കൂടി നമ്മളിവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി പേജ് കൗണ്ട് പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ലിങ്കുകൾ അവിടെ കാണിക്കുന്നു. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് എത്ര ഡോക്യുമെൻറ്റ് കൗണ്ട് ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മെത്തേഡ് ഉണ്ട്, കൗണ്ട് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. അതായത് മംഗോസിൽ തന്നെ ഉള്ളൊരു മെത്തേഡാണ്. സോ അതിൽ ഞാനൊരു ദെൻ ബ്ലോക്ക് എഴുതുന്നു. ഡോക് കൗണ്ട് എന്ന് ഞാനവിടെ അതിന് ഒരു ഡോക് കൗണ്ട് എന്നുള്ളൊരിത് കൊടുക്കുവാണ്. ഓക്കെ, ഡോക് കൗണ്ട് കൊടുത്തു. ഇപ്പം ഞാനിവിടെ ഒരു വേരിയബിളും കൂടി ഡിഫൈൻ ചെയ്യുവാണ്. ഞാൻ ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഡോക് കൗണ്ട് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഡോക് കൗണ്ട് എന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാല്യൂ നമ്മളിവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആ ഡോക് കൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ഇതിനെ ഈ പറയുന്ന ഓപ്പറേഷനെ നമ്മളിവിടെ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽബം ഡോട്ട് ഫൈൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്കിപ്പും ലിമിറ്റും ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ ടോട്ടൽ കൗണ്ട് ഇവിടെ കൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്കിപ്പ് ലിമിറ്റെല്ലാം ഞാൻ ഫസ്റ്റ് ദെൻ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഡേറ്റ നമ്മളിവിടെ ഈ ഒരു ബ്ലോക്കിലേക്ക് കൊടുക്കുന്നു. സോ ആൽബംസ് ഇവിടെ വരുന്നു. ഇനി നമുക്ക് വേണ്ടത് 1-2 പാരാമീറ്റേഴ്സും കൂടി ഞാൻ അഡീഷണലി പാസ് ചെയ്യുന്നു. കറണ്ട് പേജ് ഏതാണെന്നുള്ളത്, കറണ്ട് പേജ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് നമ്പറാണ്. ഇനി ടോട്ടൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് എത്രയാണെന്ന് കൊടുക്കുന്നു. നമുക്കതിവിടെ ഡോക്ക് കൗണ്ട് എന്നുള്ള വാല്യൂ ആണുള്ളത്. അതിനുശേഷം ഈ 2 ഡേറ്റയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഏത് പേജ് ആണെന്നുള്ളതും പേജിൻ്റെ കറണ്ട് പേജ് ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ടോട്ടൽ ഡോക്യുമെൻറ്റ്സും ഏതാണെന്നുള്ളത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. സോ ഈ 2 ഡേറ്റ തന്നെ വെച്ച് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ പേജ് റെൻഡർ ചെയ്യുന്ന സെക്ഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ 1-2 ലോജിക്ക് എഴുതാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, എത്രയാണോ ടോട്ടൽ കൗണ്ട് ആ ടോട്ടൽ കൗണ്ടിനനുസരിച്ചിട്ട് എത്ര പേജസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യും. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് തന്നെ പേജസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കാം. സോ പേജസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു മാത്ത് ഫംഗ്ഷനും കൂടി ഇവിടെ യൂസ് ചെയ്യണം, സീൽ എന്ന് പറഞ്ഞിട്ടുള്ള മാത്ത് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഡോക്യുമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ പെർ പേജ്, അതായത് എത്ര പേജസ് ഉണ്ടെന്നുള്ളതും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. സോ നമ്മളിവിടെ നമ്മുടെ പേജിലേക്ക് വരുന്നു. ഇവിടെ ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുന്നു. = 1 എന്ന് കൊടുക്കുന്നു. > പേജസ് എന്ന് കൊടുക്കുന്നു. എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതിനുശേഷം ഞാൻ താഴത്തേക്ക് വരുന്നു. അങ്ങനെ ഫോർ ലൂപ്പ് അവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ്ലി എൻ്റെ പേജിൻ്റെ കൗണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മൾ ഐ എന്നുള്ള വേരിയബിളിലാണ് ഇത് എടുത്തത്. സോ ഐ തന്നെ ഇവിടെ കൊടുക്കാം.
ഓക്കെ, പേജ് കൺട്രോളിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മളിവിടെ ടോട്ടൽ ഡോക്യുമെന്റ്സ് ഡിവൈഡ് ബൈ പെർ പേജ് എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ ടോട്ടൽ ഡോക്യുമെന്റ്സ് എന്നുള്ളൊരു വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മളതൊരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക ചെയ്ത്. അത് ടോട്ടൽ ഡോക്യുമെന്റ്സ് അല്ല, ഡോഗ് കൗണ്ട് ആണ്. ഡോഗ് കൗണ്ട് എന്നുള്ള വാല്യൂ ആണ്. സോ അതുപോലെ തന്നെ math.cൽ എന്നുള്ളതിൻ്റെ സ്മോൾ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ സെർവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേജ് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് 3 ആൽബംസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേജസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു. ഒരു ആൽബം അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇനി ഞാൻ ഹോം പേജിലേക്ക് വരുന്നു. നമ്മളിവിടെ പെർ പേജ് വാല്യൂ കൊടുത്തത് 3 ആണ്. ഞാനത് മാറ്റിയിട്ട് 2 കൊടുക്കുന്നു. ഓക്കെ, 2 കൊടുക്കുന്നു. 2 കൊടുത്തതിന് ശേഷം നമ്മൾ പേജ് ഒന്ന് റീലോഡ് ചെയ്യുന്നു. ഇവിടെ 2 പേജസ് കാണാം, അതുപോലെ തന്നെ 2 ഡോക്യുമെൻറ്റ്സ് കാണാം. നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഡേറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പെർ പേജ് കൗണ്ട് ഞാൻ 1 കൊടുക്കുന്നു. അപ്പോൾ 4 പേജസ് അവിടെ വരണം. ഫസ്റ്റ് പേജ് നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള പേജ് അവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് തൽക്കാലം 2 തന്നെ കൊടുക്കാം പെർ പേജ് കൗണ്ട്. ഇനി നമുക്കിവിടെ ഒരു ലോജിക്കും കൂടി എഴുതേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ കറണ്ട് പേജ് ഏതാണെന്നുള്ളത് നമ്മളിവിടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ കറണ്ട് പേജ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലോജിക്കും കൂടി ഇവിടെ എഴുതാം. അതായത് കറണ്ട് പേജും ഈ പറയുന്ന ഐ വാല്യൂ, അതായത് പേജിൻ്റെ ഈ കൗണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് സെയിം പേജിലായിരിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ നമ്മളൊരു ലൂപ്പായിട്ടാണല്ലോ എഴുതുന്നത്. ഈ ലൂപ്പിൽ നമ്മൾ പേജസിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഐയുടെ വാല്യൂ ആണ് നമ്മൾ ഏത് പേജ് ആണെന്നുള്ളത് കുറേ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന പേജും നമുക്ക് റെസ്പോൺസിൽ കിട്ടുന്ന ഈ കറണ്ട് പേജ് എന്നുള്ള വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ആക്റ്റീവ് എന്നുള്ളൊരു ക്ലാസ്സും കൂടി ആഡ് ചെയ്യാം. സോ അതിന് ഞാൻ ചെയ്യുന്നത്, ഇതിനെ ഞാൻ ഒന്ന് കട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു കണ്ടീഷൻ ചെക്ക് ഇടുന്നു. ഇഫ് ഐ ഈക്വൽ ടു കറണ്ട് പേജ് ആണെങ്കിൽ ഞാൻ ബ്ലോക്കിൽ നിന്ന് ക്ലോസ് ചെയ്യുവാണ്. ദെൻ കറണ്ട് പേജ് ആണെങ്കിൽ നമ്മളിവിടെ പേജ് ഐറ്റത്തിലൂടെ ആക്റ്റീവ് എന്നുള്ളൊരു ക്ലാസ്സും കൂടി കൊടുക്കും. ഇനി അതല്ലാത്ത കേസിൽ എൽസ് കണ്ടീഷൻ വരുമ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള ഇതവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഇത്രയുള്ള ലോജിക്ക് നമ്മൾ കറണ്ട് പേജ് നമ്മൾ ലൂപ്പ് ചെയ്യുന്ന പേജിൻ്റെ നമ്പറും നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്ന കറണ്ട് പേജ് എന്നുള്ളതും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആക്റ്റീവ് എന്നുള്ളൊരു ക്ലാസ് കൊടുക്കുന്നു. അല്ലാത്ത കേസിൽ എൽസ് കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നോർമലി പേജ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ക്ലാസ് ഇല്ലാത്ത പേജ് കൊടുക്കുന്നു. സോ ഞാനിത് ഒന്ന് റീലോഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിതിന് ഫസ്റ്റ് പേജിനേഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് എന്നുള്ള ക്ലാസ് വരും. സെക്കൻഡ് പേജിനേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ 2 എന്നുള്ളൊരു ക്ലാസ്സും കൂടി നമുക്കവിടെ വരും. സോ ഇത് ഹോം പേജ് റീലോഡ് ചെയ്ത് സമയത്ത് ഇവിടെ വരാത്തതിന് കാരണം നമ്മളവിടെ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്ത് കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് പേജിനേഷൻ വെരി ബേസിക് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറയുന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫർദർ നമുക്കിനി ആഡ് ചെയ്യാം. മറ്റ് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പേജിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേ സിസ്റ്റത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് പേജിനേഷൻ്റെ പ്രോസസ് ഫ്ലോ. ഒരു ബേസിക് ലോജിക് ഇതാണ്. ഈ ഒരു രീതിയിലാണ് പേജിനേഷൻ നമ്മൾ നോർമലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു.